ഈ സമയം സുദേവനെയും കൊണ്ട് ശ്രീദേവി അച്ഛൻ തമ്പുരാന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അച്ഛാ. എന്താ ശ്രീദേവി? അത് പിന്നെ സൂര്യചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ നാളെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. സുധേട്ടനുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിംഗ് ഉണ്ട്. കുറച്ചു ദിവസം ഇവിടെ കോവിലത്ത് ആ മോനെ താമസിപ്പിക്കാൻ അച്ഛനെ അനുവദിക്കണം. എവിടത്തെ കുട്ടിയാ സുദേവ? അതച്ചാ ആ പയ്യന്റെ നാടും വീടെല്ലാം അങ്ങ് വടക്ക. അച്ഛന് ഇഷ്ടമുള്ള അച്ഛൻ ഞാനവനോട് നിർത്തില്ല. പല ഹോട്ടലിലും മുറിയെടുത്ത് നിർത്താം. സുദേവൻ നിഷ്കളങ്കതയോടെ മുത്തശ്ശൻ തമ്പുരാനോട് പറഞ്ഞു. അത് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും അതിഥിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പടിഞ്ഞാറ് വശത്തുള്ള പത്തായപ്പുരയിൽ താമസാക്കിക്കൊള്ളാൻ പറയൂ ആ കുട്ടിയോട്. സുദേവന്റെ കണ്ണുകൾ വല്ലാതെ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു ആ സമയം. മുത്തശ്ശനെ കണ്ട് പുറത്തേക്കിറങ്ങിയ സുദേവന്റെയും ശ്രീദേവിയുടെയും കണ്ണുകൾ വല്ലാതെ തിളങ്ങി. ഒരേ സമയം തൃക്കോട്ട് കോവിലകത്തിന്റെ മുകളിൽ കരിനിഴൽ പടരാൻ പോകുന്നത് ആ സമയം ആരും അറിഞ്ഞില്ല. പെണ്ണെ, ഇങ്ങനെ നിന്നാലേ എൻ്റെ കൺട്രോൾ അങ്ങ് പോവും. പിന്നെ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണമെന്നില്ല. തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നിൽക്കുന്ന നന്ദനയുടെ ഇടുപ്പിൽ കൈകൾ മുറുക്കിക്കൊണ്ട് സൂരജ് ഒരു കുസൃതി സിരിയാലെ അവളോടായി പറഞ്ഞു. ഒരു നിമിഷം നന്ദന ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. മാറുവരെ ഒരു ടർക്കി മാത്രം ചുറ്റി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നന്ദനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു സൂരജ്. സൂരജിൻ്റെ നോട്ടത്തിൽ നന്ദനെ ആകെ ചൂളിപ്പോയി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ വേഗം ഓടി ബാത്റൂമിൽ കയറി കതകടച്ച്. പെട്ടെന്നുള്ള നന്ദനയുടെ പ്രവൃത്തിയിൽ സൂരജ് ആകെ ഞെട്ടിപ്പോയി. പിന്നീട് എന്തോ ഓർത്ത പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് രുദ്രൻ തിരിച്ചെത്തിയത്. രുദ്രനെ കണ്ടതും മിത്രയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ഈ സമയം രുദ്രൻ മിത്രയെ നോക്കി അകത്തേക്ക് കയറി. മോനെ രുദ്ര, വാ, വന്നിരിക്കെ, അമ്മ ഭക്ഷണം വിളമ്പാം. രുദ്രൻ്റെ അമ്മ സരസ്വതി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ടമ്മേ, എനിക്കൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് കഴിക്കാം. അത്രയും പറഞ്ഞ് അവൻ തൻ്റെ ബാഗ് എടുത്ത് വേഗം അകത്തേക്ക് കയറിപ്പോയി. എന്തായി? നിങ്ങൾ എന്ത് തീരുമാനിച്ചു നന്ദനമോളുടെ കാര്യത്തിൽ? രത്നയും കൃഷ്ണനെയും നോക്കിക്കൊണ്ട് മുത്തശ്ശൻ തമ്പുരാൻ ചോദിച്ചു. അച്ഛാ, അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സൂരജിൻ്റെ അച്ഛൻ രാജശേഖരൻ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ മോനെ? അത് പിന്നെ കൃഷ്ണനോട് കൂടിയാ. കൃഷ്ണത്തിന് രത്നത്തിന് സമ്മതമാണെങ്കിൽ നന്ദനമോളെ എൻ്റെ സൂരജിന് നൽകുമോ? ഒരു നിമിഷം കൃഷ്ണനും രത്നവും ആദ്യമൊന്നും ഞെട്ടി. പിന്നീട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അല്ലേട്ടാ, അത് പിന്നെ സൂരജിന് എൻ്റെ മോളെ. കൃഷ്ണൻ മുഴുവൻ പറയാതെ സൂരജിനെ തന്നെ നോക്കി നിന്നു. എനിക്കിഷ്ടമാങ്ങളെ നന്ദനെ, അതുകൊണ്ടാണ് അച്ഛൻ വഴി ഞാൻ ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ച്. ഈ സമയം കൃഷ്ണൻ നന്ദനയുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. അവളുടെ വിടർന്ന മുഖം കണ്ടതും അയാൾക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. കൃഷ്ണൻ തൻ്റെ ഭാര്യയെ നോക്കിയതും അവളും വളരെ സന്തോഷത്തിലാണെന്ന് കണ്ടതും അയാൾ ശേഖരനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എൻ്റെ മോളെ വിട്ടു നൽകാൻ ഈ അച്ഛനും താല്പര്യമില്ല. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലയടിച്ച്. ഇനിയിപ്പോൾ രുദ്രൻ്റെ കാര്യ. ഇവർ രണ്ടുപേരും ഒരേ പ്രായക്കാരാ. അതുകൊണ്ട് രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടത്തുന്നതായിരിക്കും ഉചിതം. മുത്തശ്ശൻ തമ്പുരാൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ രുദ്രൻ്റെ കാര്യത്തിൽ തൻ്റെ ഇടതുവശത്തിരിക്കുന്ന മിത്രയെ നോക്കി മുത്തശ്ശൻ എല്ലാവരുമായി എന്തോ പറയാൻ നിന്നും പെട്ടെന്നാണ് പുറകിൽ നിന്ന് രുദ്രന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ഉയർന്ന് കേട്ടത്. എൻ്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട. ഈ രുദ്രദേവിന്റെ താലി ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ അവള് തന്നെയായിരിക്കും ഇനിയുള്ള ജന്മങ്ങളിലും എൻ്റെ പാതി. അതുകൊണ്ട് മിത്രയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ആലോചിക്കണ്ട. മിത്രദേവ തന്നെയാ എൻ്റെ ഭാര്യ. കൈകൾ പിണച്ചു കെട്ടി തല ഉയർത്തിക്കൊണ്ട് മുത്തശ്ശന്റെ മുഖത്ത് നോക്കി രുദ്രൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരുടെ ചുടിയിലും ഒരു പുഞ്ചിരി വിടർന്നു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. കാരണം നന്ദനമോളുടെ ജാതക പ്രശ്നം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്നല്ലേ കൃഷ്ണ ജോത്സ്യര് പറഞ്ഞത്? അതെ സർ, അങ്ങനെയാ പറഞ്ഞ്. എങ്കിൽ പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കിക്കോളൂ. അടുത്തു വരുന്ന ശുഭമുഹൂർത്തത്തിൽ തന്നെ എൻ്റെ കൊച്ചുമക്കളുടെ വിവാഹം ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമായി നടത്താം. പിന്നീട് ആർഭാടപൂർവ്വം വലിയൊരു ഫംഗ്ഷൻ വെച്ചാൽ പോരെ മഹാദേവ? അതെ അച്ഛാ, അങ്ങനെ മതി. അതായിരിക്കും നല്ലത്. ഈ സമയം നന്ദനയും മിത്രയും രുദ്രന്റെയും സൂരജിന്റെയും മുഖത്ത് നോക്കാൻ കഴിയാതെ വിവശരായി താഴേക്ക് തന്നെ നോക്കിയിരുന്നു. നടത്തി കൊടുക്കുന്നുണ്ട് ഞാനെന്താ വലിഞ്ഞേറി വന്നാണോ? എന്നോടൊന്നൊരു വാക്ക് പോലും പറയാതെ വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു തീരുമാനിക്കുന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഈ ശ്രീദേവി ആരാണെന്ന്. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി വന്ന ശ്രീദേവിയാണ് വൈഭവും സുദേവനും കാണുന്നത്. എന്താ ശ്രീദേവി, എന്താ നിനക്ക് പറ്റിയത്? സുദേവൻ തലയനക്കാതെ ചുമരിലേക്ക് ചാരിയുന്നുകൊണ്ട് ശ്രീദേവിയോട് ചോദിച്ചു.
ഓ, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ, നമ്മുടെ രുദ്രന്റെയും സൂരജിന്റെയും വിവാഹം നടക്കാൻ പോവാ. ചുമരിൽ ചാരിയുന്ന വൈബ് ഒരു ഞെട്ടലോടെ അറിയാതെ മുന്നോട്ടേക്ക് ആഞ്ഞുപോയി. അയ്യോ അമ്മേ! ഹോ, എന്തിനാടാ നീ ഇപ്പൊ മുന്നോട്ടേക്ക് ആഞ്ഞത്? ആ 2 കൈ അനക്കാൻ പാടില്ലെന്നല്ലേ ആചാര്യം പറഞ്ഞ് മറന്നുപോയ നീ? ശ്രീദേവി വൈഭവിനെ പിടിച്ച് നേരെത്തിക്കൊണ്ട് അവനോട് ചീറിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അമ്മേ, രുദ്രൻ മിത്രയെ വിവാഹം കഴിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ഞെട്ടിപ്പോയി, അതാ. അവൻ മുഴുവൻ പറയാതെ താഴേക്ക് തന്നെ നോക്കിയിരുന്നു. വൈഭവിന്റെ മുഖത്തെ വിഷമം കണ്ടതും ശ്രീദേവി പതിയെ അവന്റെ മുഖമുയർത്തി ആ കവിലായി തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ പൊന്നുമോ വിഷമിക്കേണ്ട. നിനക്ക് മിത്രയെ അത്രയും ഇഷ്ടമാണെങ്കിൽ ഏത് വിധേനയും ഈ അമ്മ മിത്രയെ നിന്റെ ഭാര്യ ആക്കിയിരിക്കും. എന്നിട്ട് വേണം എനിക്ക് അവളെ എൻ്റെ കാൽച്ചുവട്ടിട്ട് അരക്കാൻ. എൻ്റെ മോൻ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിച്ചിരിക്കും. പക്ഷെ ആ വിവാഹം എങ്ങനെ മുടക്കുന്ന? ശ്രീദേവി എന്തോ ആലോചിച്ചെന്ന പോലെ സ്വയം പറഞ്ഞു. അത് മുടങ്ങും ശ്രീദേവി, മുടങ്ങാതെ ഇവിടെ പോവാൻ. രുദ്രൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ മകൻ തന്നെ അവിടെ വിവാഹം കഴിക്കും. ഒരു മിത്രദേവ, പാവം പെണ്ണ്. ഇപ്പൊ സ്വപ്നങ്ങൾ കണ്ട് നടക്കട്ടെ. പക്ഷെ അവളറിയുന്നില്ലല്ലോ, കെട്ടാൻ പോകുന്നവൻ ചത്ത് മറിച്ചാണ് വിവാഹ ദിവസം കിടക്കുവാന്ന്. പക്ഷേ സുദേവേട്ട എങ്ങനെ? രുദ്രനെ വെറുതെ കൊച്ചായി കാണണ്ട, അറിയാലോ അവന് ശരിക്കും. ശ്രീദേവി ഒരു താക്കീതോടെ സുദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അറിയാടി, അറിയാം. അവനുള്ള ചക്രവ്യൂഹം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. നീ കേട്ടിട്ടില്ലേ മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ അവസ്ഥ? അത്ര വലിയ യോദ്ധാവായിട്ടും ചക്രവ്യൂഹത്തിൽ അവൻ അകപ്പെട്ടു പോയത്. അതേ അവസ്ഥ തന്നെയായിരിക്കും രുദ്രനും ഉണ്ടാവുക. പകയേറിയുന്ന കണ്ണുകളോടെ സുദേവൻ ശ്രീദേവിയോട് പറഞ്ഞു. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയും. ഞാൻ പറയുന്നതിനേക്കാളും നീ കാണുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാത്തില്ലേ, വൈകുന്നേരം വരെ ഒന്ന് കാത്തിൽക്ക്. നിനക്കുള്ള മറുപടി ലഭിച്ചിരിക്കും. വല്ലാത്തൊരു ഭാവത്തോടെ സുദേവൻ വൈഭവിനെയും ശ്രീദേവിയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദൂട്ടിയെ, അങ്ങനെ നിന്റെ മാവും പൂത്തു അല്ലടി പെണ്ണേ? നാണം കൊണ്ട് പൂത്തു നിൽക്കുന്ന നന്ദനയുടെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് മിത്ര അവളോട് പറഞ്ഞു. പോ അവിടുന്ന്, എനിക്ക് നാണം വരുന്നു. കൈകൾ കൊണ്ട് തന്റെ മുഖം മറച്ചു പിടിച്ച് നാണത്തോടെ നന്ദന മിത്രയോട് പറഞ്ഞു. അല്ല, നീയുടെ നാണത്തോടെ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? പോയി എഴുന്നേറ്റ് കുളിക്കടി പെണ്ണേ, നമുക്ക് കാവിൽ വിളക്ക് വെക്കാൻ പോണ്ടേ? അയ്യോ, ഞാനാ മറന്നു. എന്നാൽ ഞാൻ വേഗം പോയി കുളിക്കട്ടെ, നീ വേഗം കുളിച്ചിട്ട് വായും. ആ, മിത്ര നന്ദനയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി തറവാടിന്റെ ഇടനാഴിയിലൂടെ നടന്ന് തന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയിൽ കയറ്റി വാതിൽ ചേർത്തടച്ചു. ഞെട്ടിപ്പോയ മിത്രക്ക് അല്പസമയം വേണ്ടി വന്നു താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ. മുൻപിലേക്ക് നോക്കിയപ്പോൾ കണ്ടു, വാതിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന രുദ്രദേവിനെ. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ താൻ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ആ ഭയത്തിന് പകരം വല്ലാത്തൊരു പരിഭ്രമം തന്നെ വന്ന് പൊതിയുന്നത് മിത്ര അറിയുന്നുണ്ടായിരുന്നു. താഴേക്ക് നോക്കി നിൽക്കുകയാണെങ്കിലും രുദ്രൻ തൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന ഇടം കണ്ണാലെ മിത്ര കാണുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് മിത്രയുടെ മുഖത്താകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. രുദ്രൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് പതിയെ മിത്രയുടെ താടിത്തുമ്പിൽ തൊട്ട് ആ മുഖമൊന്ന് പിടിച്ചുയർത്തി. തന്നെ നോക്കാൻ കഴിയാതെ പിടക്കുന്ന കണ്ണുകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും രുദ്രൻ പതിയെ അവളുടെ മുഖത്തേക്കൊന്നൂതി. രുദ്രൻ്റെ ചുടുനിശ്വാസം മുഖത്ത് വന്ന് പതിച്ചതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ക്ഷണനേരം കൊണ്ട് രുദ്രൻ മിത്രയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച്. മിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിലാണ് പിടിമുറുക്കിയിട്ടുള്ളത്. അവൻ്റെ ഉള്ളം കൈയുടെ ചൂട് മിത്ര അറിയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മിത്രയുടെ ശരീരത്തിൻ്റെ ഇളം ചൂട് രുദ്രനും അറിയുന്നുണ്ടായിരുന്നു. രുദ്രൻ ഒന്നുകൂടെ പിടിമുറുക്കി മിത്രയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ഇപ്പോൾ അവർ തമ്മിൽ ഒരു നൂലിഴ വ്യത്യാസമില്ല. രുദ്രൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം മിത്രയുടെ നാസികയിലേക്ക് തുളച്ച് കയറി. ആ ഗന്ധം അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ മിത്രയ്ക്ക് തോന്നി. ഇനിയും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാനുള്ള ശേഷിയില്ലാത്ത പോലെ മിത്ര മുഖം കുനിച്ചുകൊണ്ട് താഴേക്ക് ദൃഷ്ടിയൂന്നിയിരുന്നു. മിത്രയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട രുദ്രൻ
ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മിത്ര, എന്നെ നോക്ക്. ഇല്ലെങ്കിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് മിത്ര രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. മിത്രയുടെ വിറകൊള്ളുന്ന ചെഞ്ചുണ്ടുകളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനവളുടെ കാതിലായി പതിയെ പറഞ്ഞു. മിത്ര, നിന്റെ ചുണ്ടുകളുടെ മധുരം എനിക്ക് തുണയണം. നിന്റെ ഈ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നോടുള്ള പ്രണയത്തിൻ്റെ സാഗരം മലയടിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് മിത്ര. ഞാൻ നിന്നെ ഒന്ന് ചേർത്ത്